നിയമസഭ പാസാക്കിയ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണെന്നും ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഇടപെടലാണ് ഇപ്പോൾ നടന്നതെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഗവർണർ പറഞ്ഞു. ഗവർണർക്ക് ഭരണഘടന സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും ഗവർണർ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, നിലവിൽ സുപ്രീം കോടതിയുടേതൊരു അതിരുവിട്ട പെരുമാറ്റമാണ് എന്ന തരത്തിലേക്കാണോ ഗവർണറുടെ വിമർശനം? കാരണം ഭരണഘടനയിൽ പറയാത്തൊരു കാര്യം, അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഗവർണറുടെ കാര്യത്തിൽ, അവിടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. അങ്ങനെ ജുഡീഷ്യറി ഇത്തരം കാര്യത്തിൽ ഭരണഘടനാ ഭേദഗതി വരുത്തുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പാർലമെന്റ് എന്നുള്ള തരത്തിലേക്കൊരു ചോദ്യമല്ലേ അദ്ദേഹം ഉന്നയിച്ചത്? അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ വിധി വന്നപ്പോൾ തന്നെ ചില കോണുകളിൽ നിന്നും നിയമവിദഗ്ധരടക്കമുള്ളവർ ഈ ഭരണഘടനാ ഭേദഗതിയാണ് ഇത് എന്നും അത് പാർലമെന്റിന്റെ വിവേചനാധികാരമാണെന്നും 2/3 ഭൂരിപക്ഷത്തോടെയാണ് അത് ചെയ്യേണ്ടതെന്നും ചില അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഗവർണർമാരിൽ ഒരാൾ തന്നെ അക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിന്റെ ഗവർണർ കൂടിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. സുപ്രീം കോടതി വിധിക്കെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. ഈ ഭരണഘടനാ ഭേദഗതിക്കുള്ള അവകാശം അത് പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനാ വിഷയം 2 ജഡ്ജിമാർ എങ്ങനെ തീരുമാനിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഇടപെടലാണ് നടന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഭരണഘടന ഗവർണർക്ക് സമയപരിധി ഒന്നിനും നിശ്ചയിച്ചിട്ടില്ല. അതായത് 3 മാസത്തിനുള്ളിലൊക്കെ തീരുമാനമെടുക്കണം എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ്, അതിൽ ഉള്ള നീരസം പ്രകടിപ്പിക്കുന്നുണ്ട് ഗവർണർ. വിഷയം ഭരണഘടനാ ബെഞ്ചിന്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് വിടണമായിരുന്നു. കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്ററാണ്, ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാകും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സമയപരിധി നിശ്ചയിക്കേണ്ടത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു: കോടതികൾ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചാൽ നിയമനിർമ്മാണ സഭ പിന്നെ എന്തിനാണെന്നും വിശ്വനാഥ് അർലേക്കർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ പുറപ്പെടുവിച്ച ഉത്തരവ് അത് അതിരുവിട്ടതാണെന്നും പരിധി ലംഘിക്കുന്നുവെന്നും പറഞ്ഞു വെക്കുകയാണ് ഗവർണർ. അതിൽ ഭാഷയിൽ ഒരു തരത്തിലുള്ള മയവും അദ്ദേഹത്തിന്റെ ഭാഷയിൽ കാണാനുമില്ല. ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി അത് ഗവർണർക്ക് നിശ്ചയിച്ചതിൽ സുപ്രീം കോടതിക്ക് രൂക്ഷ വിമർശനവുമായാണ് ഗവർണർ രംഗത്തെത്തിയത്. അത് അതിരുവിട്ട പെരുമാറ്റമാണ്, പാർലമെന്റിന്റെയൊക്കെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നതുൾപ്പെടെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ വിമർശനം ഉന്നയിക്കുന്നു.